നിങ്ങൾക്കറിയാമോ ഈ പ്രപഞ്ചം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? അവസാന നക്ഷത്രവും അവസാന ഗാലക്സിയും മുതൽ സമയത്തിൻ്റെ അവസാന സെക്കൻഡുകൾ പോലും എണ്ണിത്തീരുന്ന ഒരു നിമിഷമുണ്ടെന്ന്. ഒന്നോ രണ്ടോ അല്ല, 3 രീതിയിൽ ആ അന്ത്യം സംഭവിച്ചേക്കാം. എങ്ങനെയായിരിക്കും ഈ പ്രപഞ്ചം മരിക്കുന്നത്? ഏതൊക്കെയാണ് ആ 3 സാധ്യതകൾ? ആരൊക്കെയാണ് ഇതിന് പിന്നിലെ മഹാശക്തികൾ? ഈ വീഡിയോയിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കാണ്. So sit tight for a cosmic voyage. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് വരെ നമ്മുടെ സൗരയൂഥവും അതുൾപ്പെടുന്ന ഈ ഗാലക്സിയും മാത്രമായിരുന്നു മനുഷ്യന് പ്രപഞ്ചം. അതിനു പുറത്തുള്ള ഒരു ലോകത്തെപ്പറ്റി നമുക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പുരാതന കാലം മുതൽ നമ്മുടെ ഈ ആകാശ കാഴ്ചയിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും വന്നിട്ടുമില്ല. അതിനാൽ മാറ്റങ്ങളില്ലാത്ത സ്റ്റാറ്റിക്കായ അനന്തമായ ഇറ്റേണൽ യൂണിവേഴ്സ് എന്നതായിരുന്നു കാലങ്ങളായുള്ള നമ്മുടെ പ്രപഞ്ച സങ്കല്പം. കൂടാതെ അനശ്വരമായ ദൈവലോകം അല്ലെങ്കിൽ സ്വർഗമെന്ന മതവിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഈ സങ്കല്പം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പല വിപ്ലവകരമായ കുതിച്ചുചാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്തു. എന്നാൽ റിലേറ്റിവിറ്റിയിലൂടെ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദ മാത്ത് വാസ് സെയിങ് സംതിങ് ക്രൈസി. ഒന്നുകിൽ ഈ പ്രപഞ്ചം വികസിക്കുന്നു, അല്ലെങ്കിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ നൂറ്റാണ്ടുകളായി കരുതിയിരുന്ന സ്റ്റാറ്റിക് യൂണിവേഴ്സ് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ തൻ്റെ മുൻഗാമികളെ പോലെ ഐൻസ്റ്റീനും ആദ്യം ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തോ ഒരു മിസ്സിംഗ് പീസ് കൂടി ഉണ്ടാകാം, ഐൻസ്റ്റീൻ കരുതി. ഈ പ്രപഞ്ചത്തെ സ്റ്റാറ്റിക്കായി നിർത്തുവാൻ തൻ്റെ ഇക്വേഷനിൽ അദ്ദേഹം കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന ഒരു ടേം കൂടി ചേർത്തു. പിന്നീട് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ഐൻസ്റ്റീൻ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞത് രസകരമായ മറ്റൊരു വസ്തുത. മീൻവൈൽ ഒരു വിഭാഗം സയൻറ്റിസ്റ്റുകൾ ഇത്തരം പാച്ച് വർക്കിനൊന്നും മുതിരാതെ റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ബിഗ് ബാങ് തിയറി പോലെ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കം തന്നെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള പല വിപ്ലവകരമായ പ്രവചനങ്ങളും ഉണ്ടായത്. പക്ഷേ പ്രവചനങ്ങൾ കൊണ്ടായില്ല, ശാസ്ത്രത്തിൽ തെളിവുകളാണ് സംസാരിക്കേണ്ടത്. എന്നാൽ അതിനായി അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1929 ഒരു യങ് അമേരിക്കൻ ആസ്ട്രോണമർ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിലെ ടെലിസ്കോപ്പിക് കണ്ണിലൂടെ നമ്മുടെ ഗാലക്സിക്ക് പുറത്തുള്ള അതിവിശാലമായൊരു ലോകത്തെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു എഡ്വിൻ പവൽ ഹബിൾ. ഹബിൾ ടെലിസ്കോപ്പിന് ആ പേര് കിട്ടാൻ കാരണക്കാരനായ അതേ ഹബിൾ തന്നെ. ഈ പ്രപഞ്ചം അതിവിശാലമായതാണെന്നും അവിടെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നും മാത്രമാണ് നമ്മുടെ മിൽക്കി വേ എന്നും ഒട്ടുമിക്ക ഗാലക്സികളും പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഹബിളിൻ്റെ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. തുടർന്ന് ഇതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനശ്വരവും അനന്തവുമായ സ്വർഗലോകം എന്ന സങ്കല്പത്തിൽ നിന്ന് എവർ ഇവോൾവിംഗ് ഡൈനാമിക് യൂണിവേഴ്സ് ദാറ്റ് ഹാഡ് എ ബിഗിനിങ് ഇൻ ടൈം എന്ന വിപ്ലവകരമായ തിരിച്ചറിവിലേക്ക് നമ്മളെത്തി. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടായിരുന്നു എന്ന തിരിച്ചറിവോടെ സ്വാഭാവികമായും അടുത്ത പ്രധാന ചോദ്യം, അങ്ങനെയെങ്കിൽ അതിനൊരു അവസാനമുണ്ടാകും? ഉണ്ടെങ്കിൽ എങ്ങനെ? ബിഗ് ബാങ്ങിനെ തുടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പരസ്പരം വലിച്ചടിപ്പിക്കുന്ന ഗ്രാവിറ്റി. ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഗ്രാവിറ്റി സ്ട്രോങ് ആണെങ്കിൽ പ്രപഞ്ചവികാസം നിലയ്ക്കുകയും റിവേഴ്സ് ആകുകയും ചെയ്യും. ഇനി അതല്ല, ഗ്രാവിറ്റി വീക്ക് ആണെങ്കിൽ പ്രപഞ്ചവികാസം സ്ലോ ഡൗൺ ആകും, പക്ഷേ ഒരിക്കലും നിലയ്ക്കുകയില്ല. ചുരുക്കത്തിൽ ഗ്രാവിറ്റിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന സൂപ്പർ പവർ. പക്ഷേ ഗ്രാവിറ്റിയുടെ ശക്തി തീരുമാനിക്കുന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ അളവ്. മോർ മാറ്റർ മീൻസ് സ്ട്രോങ്ങർ ഗ്രാവിറ്റി, ലെസ് മാറ്റർ മീൻസ് വീക്കർ ഗ്രാവിറ്റി. ഏതാണ്ട് ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റുമായി മറ്റൊരാളുടെ എൻട്രി. ലേറ്റ് 1990s 2 ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ അക്കാലത്തെ ഏറ്റവും പവർഫുള്ളായ 2 ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് വിദൂര ഗാലക്സികളെ നിരീക്ഷിക്കുകയായിരുന്നു. ടൈപ്പ് 1A എന്നറിയപ്പെടുന്ന ഒരുതരം സൂപ്പർനോവകൾ ഉപയോഗിച്ച് ഈ ഗാലക്സികളിലേക്കുള്ള ദൂരം നിർണ്ണയിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ബട്ട് ദ റിസൾട്ട്സ് ഷോക്ക് ദം. അവർ കരുതിയിരുന്നതിനേക്കാളൊക്കെ ഒരുപാട് മങ്ങിയതായിരുന്നു ഈ സൂപ്പർനോവകൾ. സംതിങ് മസ്റ്റ് ബി റോങ്. ഓരോ കാരണങ്ങളായി എടുത്ത് അവർ പരിശോധിക്കുവാൻ തുടങ്ങി. ഉപകരണങ്ങളിലെ തകരാർ, ഇംപ്രോപ്പർ കാലിബ്രേഷൻ, ഇന്റർഗാലക്റ്റിക് ഡസ്റ്റ്, അങ്ങനെ പലതും ഓരോന്നോരോന്നായി ക്ലിയർ ചെയ്യപ്പെട്ടു.
ഒടുവിൽ ഇനി ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഈ ഗാലക്സികളിലേക്കുള്ള ദൂരം ശരിക്കും വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ഞെട്ടലോടെ അവരത് തിരിച്ചറിഞ്ഞു. ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. മോഡേൺ ആസ്ട്രോണമിയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. നിങ്ങളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ പതിയെ അതിൻ്റെ വേഗത കുറഞ്ഞ് അത് തിരിച്ചു വരുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിന് പകരം ആ കല്ല് ഓരോ നിമിഷവും വേഗത കൂടി സ്പേസിലേക്ക് കുതിച്ചു പോയാലോ? ഒരു അദൃശ്യ ശക്തി പ്രപഞ്ച വികാസത്തിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും ആ എക്സ്പാൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഏതാണ് ഈ ശക്തി? എന്തായാലും നമ്മൾ അതിനൊരു പേരിട്ടു, ഡാർക്ക് എനർജി. ഈ പ്രപഞ്ചത്തിൻ്റെ 70% തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഡാർക്ക് എനർജി എന്താണെന്നോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ നമുക്കിപ്പോഴും അറിയില്ല. പ്രപഞ്ചത്തെ വലിച്ചടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗ്രാവിറ്റി, പ്രപഞ്ച വികാസത്തിന് ആക്കം കൂട്ടുന്ന ഡാർക്ക് എനർജി, ഈ 2 മഹാശക്തികളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഈ അധികാര വടംവലിയിൽ ആര് ജയിക്കുന്നു, എങ്ങനെ ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് 3 രീതിയിൽ ഈ പ്രപഞ്ചം അവസാനിക്കാം. ഹീറ്റ് ഡെത്ത്, ഡാർക്ക് എനർജി മാറ്റമില്ലാതെ തുടരുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ അവസാന വിജയം ഡാർക്ക് എനർജിക്ക് തന്നെയാണ്. എന്നിരുന്നാലും ലോക്കൽ റീജിയനുകളിൽ ഗ്രാവിറ്റിക്ക് ചെറിയ വിജയങ്ങൾ അവകാശപ്പെടാവുന്നതാണ്. നമ്മുടെ ലോക്കൽ ക്ലസ്റ്ററിന് പുറമേയുള്ള എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ക്രിയേറ്റ്സ് മോർ എംപ്റ്റി സ്പേസ് വിച്ച് ഇൻക്രീസസ് ഡാർക്ക് എനർജി, സ്പീഡിംഗ് അപ്പ് ദ എക്സ്പാൻഷൻ ആൻഡ് ക്രിയേറ്റിംഗ് ഈവൻ മോർ എംപ്റ്റി സ്പേസ്. ഇതുമൂലം ഈ ഗാലക്സികളെല്ലാം നമ്മളിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കും, ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. അതേസമയം നമ്മുടെ ലോക്കൽ ക്ലസ്റ്ററിനുള്ളിൽ ഈ എക്സ്പാൻഷൻ പിടിച്ചു നിർത്താൻ ഗ്രാവിറ്റിക്ക് കഴിയുന്നതിനാൽ ഏതാനും ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഈ ഗാലക്സികളെല്ലാം ചേർന്ന് ഒരു മെഗാ ഗാലക്സിയായി മാറും. തുടർന്ന് ഏതാണ്ട് 100 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റുള്ള ഗാലക്സികളെല്ലാം നമ്മുടെ വിസിബിൾ ഹൊറൈസണിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോയിട്ടുണ്ടാകും. പിന്നീട് അവയിൽ നിന്നൊരു പ്രകാശമോ ഒരു ഇൻഫർമേഷനോ ഒന്നും നമ്മളെ തേടിയെത്തില്ല. പിന്നീട് ഒരിക്കലും നമ്മുടെ ഗാലക്സിക്ക് അപ്പുറമുണ്ടായിരുന്ന ആ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയുവാൻ പോകുന്നില്ല. സോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. സോ എൻജോയ് ഇറ്റ് ബിഫോർ ഇറ്റ് ഡിസപ്പിയേഴ്സ് ഫോർ എവർ. ഗ്രേറ്റർ യൂണിവേഴ്സുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ചെങ്കിലും ഈ ഗാലക്സികളിൽ തുടർന്നും നക്ഷത്രങ്ങളുടെ ജനനവും മരണവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ സിവിലൈസേഷനുകൾക്ക് തുടർന്നും സർവൈവ് ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു നാൾ ഇതും അവസാനിക്കും. ഏകദേശം 100 ട്രില്യൺ അല്ലെങ്കിൽ കോടി വർഷങ്ങൾ കഴിയുന്നതോടെ ഈ ഗാലക്സിയിലെ അവസാന നക്ഷത്രവും കണ്ണടയ്ക്കും. നക്ഷത്രങ്ങളുടെയും ഒപ്പം വെളിച്ചത്തിൻ്റെയും കാലം ഇതോടെ അവസാനിക്കുകയാണ്. എന്നാൽ പ്രപഞ്ചം ഇപ്പോഴും അതിൻ്റെ ശൈശവദശയിലാണ്. ഇനി വരാൻ പോകുന്ന അതിഭീമമായ കാലാന്തരങ്ങൾ ഇരുട്ടിൻ്റേതാണ്. സോ ഐ റിപ്പീറ്റ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. നക്ഷത്രങ്ങൾ കണ്ണടച്ചതോടെ വി ആർ ഒഫീഷ്യലി എൻ്ററിങ് ടു ദ ഡീജനറേറ്റ് ഇറ. തണുത്തുറഞ്ഞ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഇനി മുന്നോട്ടുള്ള യാത്ര ജീവന് ദുർഘടമാണ്. എന്നിരുന്നാലും ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ. മറ്റു ചില എനർജി സോഴ്സുകൾ ഇപ്പോഴും ഈ ഗാലക്സിയിൽ ലഭ്യമാണ്. എന്നാൽ അതിനു മുമ്പ് തരണം ചെയ്യേണ്ട വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ പല ക്ലോസ് എൻകൗണ്ടേഴ്സും ഉണ്ടാകും. അതുമൂലം പ്ലാനറ്ററി സിസ്റ്റംസ് തകിടം മറിയും. ചിലതൊക്കെ പരസ്പരം കൂട്ടിയിടിച്ച് ചിതറുകയും ഭൂരിഭാഗവും ഇൻറ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യും. തുടർന്ന് ഏകദേശം 1000 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഒട്ടുമിക്ക പ്ലാനറ്ററി സിസ്റ്റവും ഇതുപോലെ ഛിന്ന ഭിന്നമായിട്ടുണ്ടാകും. തുടർന്ന് ഇതുപോലെ ഒട്ടുമിക്ക നക്ഷത്രാവശിഷ്ടങ്ങളും പ്ലാനറ്റുകളും ഗാലക്സികളിൽ നിന്ന് തന്നെയും പുറന്തള്ളപ്പെടും. ന്യൂട്രോൺ സ്റ്റാർസ്, ബ്ലാക്ക് ഹോൾസ് പോലെയുള്ള ഹെവിയർ ബോഡീസ് ഉള്ളിലേക്ക് നീങ്ങി സംയോജിച്ച് ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളായി മാറും. അവസാന നക്ഷത്രവും കണ്ണടച്ചു കഴിഞ്ഞ് ഏതാണ്ട് 10 ക്വിൻറ്റില്യൺ, ദാറ്റ് ഈസ് 1 followed by 19 zeros വർഷങ്ങൾ കഴിയുമ്പോൾ ഗാലക്സികളും പതിയെ ഇവാപ്പറേറ്റ് ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതെയാകും. ഗാലക്സികളുടെ അവസാനത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഡു പ്രോട്ടോൺസ് ഡീകേ? ഇത് കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കാണ്, നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആറ്റങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന കണങ്ങളിലൊന്നായ പ്രോട്ടോൺസ് ഒരു സ്റ്റേബിൾ കണികയാണെന്നാണ് കരുതുന്നത്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് വളരെ നീണ്ട കാലങ്ങൾ, അതായത് 10 ശേഷം 35 39 പൂജ്യങ്ങൾ ഇട്ടാലുള്ള അത്രയും വലിയ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രോട്ടോണുകൾ ക്ഷയിക്കപ്പെടും എന്ന് കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ നക്ഷത്രാവശിഷ്ടങ്ങൾ, പ്ലാനറ്റുകൾ, ആസ്ട്രോയിഡുകൾ തുടങ്ങി ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയതെല്ലാം അതോടെ ഇല്ലാതെയാകും. അങ്ങനെയെങ്കിൽ അതിനുശേഷം
പ്രകാശവും ലെപ്റ്റോണുകൾ പോലെയുള്ള ചില കണികകളും മാത്രമായിരിക്കും ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ബിഗ് സ്ട്രക്ചർ ബ്ലാക്ക് ഹോളുകൾ മാത്രമായിരിക്കും. വെൽക്കം ടു ദി ബ്ലാക്ക് ഹോൾ ഇറ. ഒരിക്കലുണ്ടായിരുന്ന ഗാലക്സികളുടെ സ്ഥാനത്ത് ഇന്ന് അവശേഷിക്കുന്നത് ഈ ബ്ലാക്ക് ഹോളുകൾ മാത്രമാണ്. കഴിയാവുന്നതെല്ലാം വിഴുങ്ങി ഇവയിൽ പലതും അതിഭീമൻ മോൺസ്റ്റേഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവയുടെ കാലം സങ്കല്പാതീതമായ തരത്തിൽ നീണ്ടു നിൽക്കാൻ പോകുന്നതാണ്. എന്നിരുന്നാലും ബ്ലാക്ക് ഹോളുകളുടെ കാലവും ഒരിക്കൽ അവസാനിക്കും. ഹോക്കിംഗ് റേഡിയേഷനിലൂടെ അവ ബാഷ്പീകരിച്ച് ഇല്ലാതെയാകും. 10⁻�67 to 10⁻106 ഇയേഴ്സ് കഴിയുമ്പോൾ ബ്ലാക്ക് ഹോളുകളും വലിപ്പത്തിനനുസരിച്ച് ഓരോന്നോരോന്നായി ഇല്ലാതെയാകും. ഈ ബ്ലാക്ക് ഹോളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അവസാന എനർജി സോഴ്സ്. ഒരു ഹൈലി അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കുവാൻ പഠിച്ചാൽ ബ്ലാക്ക് ഹോളിനോളം പോകുന്ന നീണ്ടകാലം അവർക്കും ഈ പ്രപഞ്ചത്തിൽ സർവൈവ് ചെയ്യുവാൻ കഴിയും. നൗ വാട്ട് ഇഫ് ദ പ്രോട്ടോൺസ് ഡോണ്ട് ഡിക്കേ? അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ഹോളുകളുടെ കാലം കഴിഞ്ഞാലും നക്ഷത്രാവശിഷ്ടങ്ങളും പ്ലാനറ്റുകളും മറ്റുമൊക്കെ യുഗാന്തരങ്ങളോളം പിന്നെയും അവശേഷിക്കും. എന്നിരുന്നാലും ഒരു ഇൻഫിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒന്നും അങ്ങനെ സ്റ്റേബിൾ ആണെന്ന് പറയുവാൻ കഴിയില്ല. വീണ്ടും കുറച്ച് ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ക്വാണ്ടം ടണലിംഗ് പോലെയുള്ള ചില മെക്കാനിസത്തിലൂടെ ഒരു ഡെസ്ക് ഗ്രെയിന് മുകളിലുള്ള ഏതൊരു വസ്തുവും ഒരു ബ്ലാക്ക് ഹോളായി മാറുവാനുള്ള എക്സ്ട്രീംലി ടൈനി പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെടുക്കുന്ന സമയം പ്രാക്ടിക്കലി അതിനെക്കുറിച്ച് പറയുന്നത് സെൻസിബിളേ അല്ല. ഇറ്റ് ഈസ് ആസ്ട്രോണമിക്കലി ജൈഗാൻറ്റിക്. എന്തു തന്നെയായാലും ആഫ്റ്റർ എ ലോങ് ടൈം, ഐ മീൻ ഇൻഫിനിറ്റ്ലി ലോങ് ടൈം, എല്ലാ സ്ട്രക്ചേഴ്സും ഡിസോൾവായി ഏതാനും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും അവശേഷിക്കാൻ പോകുന്നത്. ഓരോ കണങ്ങളും അതിൻ്റേത് മാത്രമായൊരു പ്രപഞ്ചത്തിൽ അനന്തമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്പേസിലൂടെ എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സങ്കല്പിച്ച് നോക്കുക. സമയത്തിന് യാതൊരു അർത്ഥവുമില്ലാത്ത, ഒരു മീനിങ് ഫുൾ ഇവൻസും ഇനി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, മാക്സിമം എൻട്രോപ്പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള യൂസ്ഫുൾ എനർജിയും ലഭ്യമല്ലാത്ത ദി അൾട്ടിമേറ്റ് എൻഡ്, ദ ട്രൂ ഹീറ്റ് ഡെത്ത് ഓഫ് ദി യൂണിവേഴ്സ്, ഡെഡ്, കോൾഡ് ആൻഡ് ഇറ്റേണലി എക്സ്പാൻഡിങ് ഫോർ എവർ. ദ ബിഗ് റിപ്പ്. ഡാർക്ക് എനർജി മാറ്റമില്ലാതെ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഡാർക്ക് എനർജിയുടെ ശക്തി കൂടി വന്നാലോ? ഹീറ്റ് ഡെത്തിൽ ഗ്രാവിറ്റിക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ അവകാശപ്പെടാമായിരുന്നു. എന്നാൽ ഇവിടെ ഡാർക്ക് എനർജിയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ്. മാത്രമല്ല, നേരത്തെ കണ്ടതുപോലെയുള്ള അതിഭീകര കാലയളവുകളൊന്നും ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. ചില പ്രഡിക്ഷൻസ് അനുസരിച്ച് 22 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബിഗ് റിപ്പ് ആരംഭിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ തുടക്കവും ഹീറ്റ് ഡെത്തിന് സമാനമാണ്. വിദൂര ഗാലക്സികളെല്ലാം നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകും. എന്നാൽ ഓരോ നിമിഷവും ഡാർക്ക് എനർജി ശക്തമായി കൊണ്ടിരിക്കുന്നതിനാൽ ഇതിൻ്റെ പ്രതിഫലനം താമസിയാതെ നമ്മുടെ ലോക്കൽ ക്ലസ്റ്ററിനുള്ളിലും കണ്ടു തുടങ്ങും. പതിയെ നമ്മുടെ അയൽക്കാരും നമ്മളിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോവുകയും നമ്മുടെ ഗാലക്സി തനിച്ചാവുകയും ചെയ്യും. തുടർന്ന് ബിഗ് റിപ്പിന് 60 മില്യൺ വർഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മുടെ ഗാലക്സിക്കുള്ളിലേക്കും കൈകടത്താൻ തക്ക ശക്തനായി ഡാർക്ക് എനർജി മാറിയിട്ടുണ്ടാകും. ഓരോ നക്ഷത്രങ്ങളും പരസ്പരം അകന്നകന്ന് ദൂരേക്ക് പോകും. അന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ഓരോ രാത്രിയിലും കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തു നിന്നില്ലാതാവുന്നതായി കാണുവാൻ പറ്റും. ഒടുവിൽ മങ്ങി ആകാശം പൂർണ്ണമായി ഇരുട്ടാവുന്നതും പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ നമ്മളെ തേടി വരുന്നതും നമ്മൾ അറിയും. തുടർന്ന് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുന്നതോടെ നമ്മുടെ സൗരയൂഥത്തിനുള്ളിലേക്കും ഡാർക്ക് എനർജിയുടെ കരവലയങ്ങൾ എത്തിയിട്ടുണ്ടാകും. നമ്മുടെ സൂര്യൻ ഭൂമിയിൽ നിന്നകന്ന് എന്നേക്കുമായി മറഞ്ഞു പോകും. ജീവൻ തണുത്തുറഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇനി അധികം സമയമില്ല. ഒരു സ്പേസ്ഷിപ്പിൽ കയറി രക്ഷപ്പെട്ടാലോ? സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാ ഓരോ സോളിഡ് ഒബ്ജക്റ്റിനുള്ളിലേക്കും എക്സ്പാൻഷൻ എത്തിയിരിക്കുന്നു. അവസാനത്തെ അരമണിക്കൂറിൽ നക്ഷത്രങ്ങൾ, പ്ലാനറ്റുകൾ, ആസ്ട്രോയിഡ്, നിങ്ങളുടെ സ്പേസ്ഷിപ്പ്, അങ്ങനെയെല്ലാം ഛിന്ന ഭിന്നമായി ചീന്തിയെറിയപ്പെടും. അവസാന നിമിഷങ്ങളിൽ ഇൻഡിവിജ്വൽ ആറ്റത്തിനുള്ളിൽ പോലും എംപ്റ്റി സ്പേസ് സൃഷ്ടിക്കപ്പെടും. ഡാർക്ക് എനർജിയുടെ ശക്തമായ തള്ളലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇലക്ട്രോണുകളും ന്യൂക്ലിയോണുകളും ആറ്റത്തിൽ നിന്ന് ശക്തമായി ചിതറിയെറിയപ്പെടും. ഇനി ഏതാനും മൈക്രോ സെക്കൻഡുകൾ മാത്രം ബാക്കി. അറ്റ് ദ വെരി എൻഡ് ഈ പ്രപഞ്ചത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫാബ്രിക്സിനെ തന്നെ പിച്ചി ചീന്തി എറിയാതെ ഡാർക്ക് എനർജി അതിൻ്റെ തേരോട്ടം അവസാനിപ്പിക്കുകയില്ല. ദ ബിഗ് ക്രഞ്ച്. ഇനി ഒരു സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. ഡാർക്ക് എനർജിയുടെ ശക്തി പതിയെ കുറഞ്ഞു വന്ന് ഇല്ലാതെയാകും.
എങ്കിൽ ഇവിടെ ഗ്രാവിറ്റിയാണ് വിജയക്കൊടി പാറിക്കാൻ പോകുന്നത്. ഡാർക്ക് എനർജി ഇല്ലാതെയായി ഗ്രാവിറ്റി പൂർണ്ണമായും പിടിമുറുക്കുന്നതോടെ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴുള്ള എക്സ്പാൻഷൻ നിലയ്ക്കുകയും ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയില്ല. ഏതാനും മില്യൺസ് ടു ബില്യൺസ് ഓഫ് ഇയേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും ബിഗ് ക്രഞ്ച് ആരംഭിക്കാം. ഗാലക്സികൾക്കിടയിലുള്ള സ്പേസ് ഇല്ലാതെയായി അടുത്തടുത്ത് വന്ന് കൂട്ടിമുട്ടുകയും കൂടിച്ചേരുകയും ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തണുക്കുന്നത് പോലെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ചൂടും ഡെൻസിറ്റിയും കൂടിക്കൂടി വരും. ഇത് പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ചൂട് കൂടുന്നതല്ല, മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്പേസിൻ്റെയും എല്ലാ ഇടത്തിൻ്റെയും താപനില കുതിച്ചുയരും. താമസിയാതെ ജീവൻ അപ്പാടെ തുടച്ചു നീക്കപ്പെടും. തുടർന്ന് അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ അതിശക്തമായ ഗ്രാവിറ്റിയുടെ കരവലയത്തിൽപ്പെട്ടമർന്ന് കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് തിളച്ചു മറിയുന്ന പ്ലാസ്മ മാത്രമായി തീരും ഈ പ്രപഞ്ചം മുഴുവൻ. ഒടുവിൽ മൊത്തം പ്രപഞ്ചവും ഒരൊറ്റ പോയിന്റിലേക്ക് ചുരുങ്ങി ബിഗ് ക്രഞ്ച് സിംഗുലാരിറ്റിയിൽ അവസാനിക്കും. ചുരുക്കത്തിൽ ബിഗ് ബാങ് റിവേഴ്സിൽ കാണുന്നത് പോലെ. ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് പൂർണ്ണമായും തിരികെ പോകും. അതല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് അടുത്ത ബിഗ് ബാങ് ആരംഭിക്കും. തുടർന്ന് വീണ്ടും അടുത്ത ബിഗ് ക്രഞ്ച്, ദെൻ അഗെയിൻ അടുത്ത ബിഗ് ബാങ്. അങ്ങനെ അനന്തമായി നീളുന്ന ഒരു സൈക്ലിക് യൂണിവേഴ്സ്. ഇതിനെയാണ് ബിഗ് ബൗൺസ് തിയറി എന്ന് പറയുന്നത്. ഇതൊക്കെ വെറും പ്രഡിക്ഷൻസ് മാത്രമാണ്. ഇങ്ങനെ സംഭവിച്ചതിനോ അല്ലെങ്കിൽ സംഭവിക്കുമെന്നോ ഉള്ള ഒരു തെളിവോ സൂചനകളോ നമ്മുടെ കയ്യിലില്ല. ശരി, ഈ പ്രപഞ്ചം അവസാനിക്കാനുള്ള 3 സാധ്യതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിലേതായിരിക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഏതിനു വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്? നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ പറയുന്നത് ഡാർക്ക് എനർജി ഒരു കോൺസ്റ്റൻ്റായി നിലനിൽക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ഹീറ്റ് ഡെത്ത് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ഔട്ട്കം. യെസ്, ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള എൻഡിങ്. എന്നിരുന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മറ്റു രണ്ടിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹീറ്റ് ഡെത്ത് നമുക്ക് ഒരുപാട് സമയം അനുവദിച്ച് നൽകുന്നുണ്ട്. അതിനാൽ ഒരുപക്ഷെ ഒരു സൂപ്പർ അഡ്വാൻസ് സിവിലൈസേഷനായി മാറുവാനോ അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായത്തോളം തന്നെ ഇവിടെ നിലനിൽക്കുവാനോ ഉള്ള ഒരു സാധ്യത ഇത് മാനവരാശിയുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും ചില മാരക ടെസ്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പോലെയുള്ള പല അതിനൂതന ഉപകരണങ്ങളും നമ്മുടെ നിരീക്ഷണങ്ങൾക്ക് 10 മടങ്ങ് ശക്തി പകർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ പല റിസൾട്ടുകളും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കറണ്ട് പിക്ചറിൽ പലതരത്തിലുള്ള വിള്ളലുകളും വീഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ചെറിയ പാച്ച് വർക്കുകൾ മാത്രമാണെങ്കിലും മറ്റു ചിലതൊക്കെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണകളെയും കടപുഴക്കി എറിയുവാൻ തക്ക ശക്തിയുള്ളതാണ്. അത്തരത്തിലൊന്നാണ് ഡേസി ഇൻസ്ട്രുമെൻസിൽ നിന്നുള്ള പുതിയ ചില ഡെവലപ്മെൻറ്റ്സ്. നമ്മൾ കരുതിയിരുന്നത് പോലെ ഡാർക്ക് എനർജി ഒരു കോൺസ്റ്റൻ്റ് അല്ല, ഇതിൻ്റെ വാല്യൂ മാറ്റത്തിന് വിധേയമാണ് എന്ന രീതിയിലുള്ള ശക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായൊന്നും പറയാൻ കഴിയില്ല, കാരണം ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തു തന്നെയായാലും കാത്തിരുന്ന് കാണാം. ശരി, നിങ്ങൾ പോകുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം കൂടി. ഇതൊന്നുമല്ലാതെ ഈ പ്രപഞ്ചത്തെ ഏത് നിമിഷവും നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കിൽ സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടു നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ഗുഡ് ബൈ.